ഇത് വിയറ്റ്നാമിലെ കൂച്ചി ടണൽ. ടണലെന്നാൽ വലിയ തുരങ്കമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇരുന്നു നിരങ്ങിയും മുട്ടിലിഴഞ്ഞും മാത്രം മുന്നോട്ടു പോകാവുന്ന ഇടുങ്ങിയ തുരങ്കം. എലിമാളം പോലെ ഇടുങ്ങിയ കൂച്ചി ടണലിനുള്ളിൽ നിന്നാണ് വിയറ്റ്കോങ് എന്നറിയപ്പെടുന്ന വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് സായുധ ഗറില്ല പോരാളികൾ 4 നൂറ്റാണ്ടോളം യുദ്ധം ചെയ്ത് അമേരിക്കൻ സൈന്യത്തെ തറപറ്റിച്ചത്. ആളുമർദ്ദവും ആയുധവുമല്ല, പോരാട്ടവീര്യവും നിശ്ചയദാർഢ്യവും സഹനവുമാണ് വിജയം നിർണയിക്കുന്നതെന്ന് തെളിയിച്ച യുദ്ധം. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ കൂച്ചി ജില്ലയിൽ ഭൂമിക്കടിയിലുള്ള 250ഓളം കിലോമീറ്റർ ദൂരം നീണ്ടുകിടക്കുന്ന അതിബൃഹത്തായ ഇടുങ്ങിയ ഗുഹകളുടെ ചങ്ങലയാണ് കൂച്ചി ടണൽ. വിയറ്റ്നാം ഒളിപ്പോരാളികൾ ഈ ഇരുളിന്റെ ആഴങ്ങളിൽ നിന്നാണ് പോരാടിയത്. വിയറ്റ്നാം ഗറില്ല പോരാളികളുടെ ഒളിത്താവളം മാത്രമായിരുന്നില്ല കൂച്ചി. എല്ലാ യുദ്ധകാല സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നതും തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നതും ഇവിടെ നിന്നാണ്, ഈ ഇരുണ്ട മാളങ്ങളിൽ നിന്ന്. പുറം ലോകത്തേക്ക് തുറക്കുന്ന തുരങ്കവാതിലിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് ഊർന്നിറങ്ങാം. അതും മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്ക് മാത്രം. വിയറ്റ്നാംകാർ പൊതുവെ അത്തരക്കാരാണ്. സ്ഥൂല ശരീരികൾക്ക് ഇതിനുള്ളിലേക്കിറങ്ങാനോ നുഴഞ്ഞു പോകാനോ കഴിയില്ല എന്നിടത്താണ് അമേരിക്കക്കാർക്ക് കൂച്ചി തുരങ്കം അപ്രാപ്യമായി തീർന്നത്. തുരങ്കവാതിൽ പുറം കരിയില കൊണ്ട് മൂടുന്നു. പിന്നെ കവാടത്തിനുള്ളിൽ ശത്രുവിനായി തീർത്ത കെണികളാണ്. ബോബി ട്രാപ്പ് എന്നറിയപ്പെടുന്ന കെണി ഒരു കാരണവശാലും തിരിച്ചറിയാനാവില്ല. തൊടുന്നതെല്ലാം കെണിയാകാം, തൊട്ടാൽ മരണമുറപ്പ്. കെണിപഞ്ചരം താണ്ടിച്ചെന്നാൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന യു ട്രാപ്പാണ്. അതിലൂടെ മുങ്ങാങ്കുഴിയിട്ട് അപ്പുറം ചെന്നാൽ എന്തു മരണക്കെണിയാണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ശത്രുവിന് ഊഹിക്കാൻ പോലും ആവില്ല. ടണൽ നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യ വിസ്മയകരമാണ്. കളിമണ്ണും ചെങ്കല്ലും നിറഞ്ഞ കൂച്ചി പ്രദേശം കൊടും കാടാണ്. കാട്ടിനുള്ളിലും സമീപ ഗ്രാമങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു കൂച്ചി ടണൽ. 2ഉം 3ഉം നിലകളിലായാണ് ടണൽ. മുകളിലെ ടണലിലേക്ക് ശത്രുക്കളെത്തിയാൽ മിന്നലാക്രമണത്തിലൂടെ അവരെ വകവരുത്തി രഹസ്യ ഇടനാഴികളിലൂടെ താഴെയുള്ള ടണലിലേക്ക് ഒളിപ്പോരാളികൾക്ക് രക്ഷപ്പെടാനാകും വിധമാണ് രൂപകൽപ്പന. ടണലിനുള്ളിലേക്ക് കാറ്റും വെളിച്ചവും കടക്കാൻ മുളംകുഴലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉപരിതലത്തിൽ എത്ര ഭീകരമായ ബോംബ് വർഷിച്ചാലും ടണൽ തകരില്ല. ഇത്തരത്തിലാണ് നിർമ്മാണം. 1967 അമേരിക്കൻ സൈനിക കമാൻഡറായിരുന്ന വില്യം വെസ്റ്റ്മൂർലാൻഡിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ ടൺ കണക്കിന് ബോംബുകളാണ് ടണലിന് മേൽ വർഷിച്ചത്. ചില ഭാഗങ്ങൾ ഇടിഞ്ഞു താണു എന്നതല്ലാതെ തുരങ്കത്തിന് കാര്യമായ തകരാറൊന്നും സംഭവിച്ചില്ല. അതായിരുന്നു നിർമ്മാണത്തിലെ വൈദഗ്ധ്യം. കുടിലഗതിയായ വളവും തിരിവും നിറഞ്ഞ തുരങ്കത്തിനുള്ളിലേക്ക് വിഷവാതക പ്രയോഗം പോലും അസാധ്യമായിരുന്നു. ഏജന്റ് ഓറഞ്ച് എന്ന കുപ്രസിദ്ധമായ വിഷദ്രാവകം ആകാശത്തുനിന്ന് വർഷിച്ച് 31 ലക്ഷം ഹെക്ടർ വനപ്രദേശമാണ് അമേരിക്കൻ സൈന്യം കരിച്ചു കളഞ്ഞത്. വനത്തിന്റെ നിഴലിലുള്ള കൂച്ചി തുരങ്കങ്ങൾ കണ്ടെത്തി ബോംബിംഗ് ആയിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും ഇവിടെയും അവർ പരാജയപ്പെട്ടു. തുരങ്കത്തിനുള്ളിൽ സെക്രട്ടറിയുടെ ഓഫീസ്, മീറ്റിംഗ് ഹാൾ, ആസ്പത്രികൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, ആയുധനിർമ്മാണത്തിനുള്ള വർക്ക്ഷോപ്പുകൾ, അടുക്കള, സ്റ്റോർ മുറി എന്നുവേണ്ട ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങൾ തന്നെയും ഭൂഗർഭത്തിൽ കഴിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. തുരങ്കത്തിൽ ഒളിച്ചിരുന്ന വിയറ്റ്കോങ്ങുകളെ പുകച്ചു പുറത്തു ചാടിക്കാൻ അമേരിക്കൻ സൈനികർ ഈ സ്ഥലം അരിച്ചുപെറുക്കി നോക്കി. 30 ടൺ ലോഡ് ബോംബുകളാണ് ഈ പ്രദേശത്ത് പ്രയോഗിച്ചത്. നിത്യഹരിത വനഭൂമിയായിരുന്ന ഇവിടം കത്തിക്കരിഞ്ഞ് മരുഭൂമി പോലെയായി. പക്ഷേ ഭൂഗർഭത്തിലെ അതിഗോപ്യമായ ഗുഹകളിലേക്ക് കടന്നു ചെല്ലാൻ സഖ്യസൈന്യത്തിനായില്ല. വളഞ്ഞു പിരിഞ്ഞ ഗുഹാകവാടങ്ങളിൽ വാരിക്കുഴികളും ബോംബ് പാകിയ മനുഷ്യക്കെണികളും ഒരുക്കി വച്ചിരുന്നു. അത്യന്തം തന്ത്രപ്രധാനമായ തുരങ്കത്തിൽ നിന്നും വിയറ്റ്നാം പോരാളികളെ പുകച്ചു പുറത്തു ചാടിക്കാൻ ഗുഹാകവാടത്തിൽ പ്രളയം തീർത്തും ടാർ ഉരുക്കിയൊഴിച്ചും വിഷവാതകം പ്രയോഗിച്ചും പഠിച്ച 18 അടവും പയറ്റിയെങ്കിലും തുരങ്കത്തിന്റെ രൂപകൽപ്പനയിൽ ഒളിപ്പിച്ച കൗശലം മൂലം അകത്തുള്ളവരെ വെളിയിലെത്തിക്കാൻ അമേരിക്കൻ സൈന്യത്തിനായില്ല. 4 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്ക്
1975-ൽ പരാജയം സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് എലിമാളങ്ങളെപ്പോലെയുള്ള കൂച്ചീട്ടണലിൽ തമ്പടിച്ച ഒളിപ്പോരാളികളുടെ ഇച്ഛാശക്തിയും പോരാട്ട വീര്യവുമായിരുന്നു. തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് ഊർന്നു കയറുമ്പോൾ നാം ഓർക്കുന്നത് ലോകത്തെ നിസ്സഹായരായ മനുഷ്യരുടെ മേൽ യുദ്ധപരീക്ഷണങ്ങൾ നടത്തുന്ന വൻ ശക്തികൾക്ക് കൂച്ചി ഒരു മുന്നറിയിപ്പും പാഠവുമാണ് എന്നതാണ്.